ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ രാവിലെയായി, പണിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിൽ കൊടിയേറ്റൊക്കെ കഴിഞ്ഞിട്ട് ഉത്സവം തുടങ്ങാറായി. അപ്പം അത് സംബന്ധിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമല്ലോ. സാധാരണ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ദിവസം എല്ലാ ദിവസവും ഒരുപോലെയാണല്ലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. അമ്പലത്തിലൊക്കെ പോകേണ്ടതിനെ കൊണ്ട് ഒരു കൊച്ചു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് റെഡി ആവണം, ഒരുങ്ങൊക്കെ വേണം. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഒരുങ്ങൊക്കെ ചെയ്ത്, ഒരുങ്ങുന്ന പറഞ്ഞാൽ ഭയങ്കര കാര്യങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഇടാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുങ്ങി. പിന്നെ ഞാൻ മിലുവിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓനെ ഒരുക്കി നിർത്താനൊക്കെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ ഓനെ ഒരുക്കാറാണ് പതിവ്. കാരണം ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഓനെ ഒരുക്കുന്നതെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓനെ കൂട്ടിയിട്ട് പോകാം. അതല്ല, ആദ്യം മോനെ ഞാൻ ഒരുക്കി വെച്ചു, എന്നിട്ട് ഞാൻ ഒരുങ്ങാൻ പോവുകയാണെങ്കിൽ ഞാൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും മോനെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മോനെ ഒരുക്കുക. പിന്നെ ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം കേട്ടോ. ഞാൻ വീഡിയോ തുടങ്ങുന്ന ടൈമിൽ പറഞ്ഞിരുന്നു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന്. പക്ഷേ ഫുൾ ഡേ കിട്ടിയില്ല കേട്ടോ. പകുതി ആയപ്പോഴേക്കും അല്ലെങ്കിൽ വീട്ടിലെത്തിയപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നോടങ്ങ് വിട്ടുപോയി. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ, ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിച്ചാൽ പകുതിക്ക് വെച്ചിട്ട് എന്തായാലും നിർത്തേണ്ടി വരും. പിന്നെ എന്നോട് മറന്നു പോകും പകുതി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു, നേരെ മോനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയി. ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ ഒരുക്കെന്ന് പറയുന്നത് കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. പിന്നെ പൊട്ടം തൊട്ട് കൊടുത്തില്ല, പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ വെയിലില്ലാത്ത സമയത്താണ് പോകുന്നതെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് അമ്പലത്തിലേക്ക് പോയി. കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ നടക്കാൻ. അപ്പം മിലുവിനെയും കൂട്ടിയിട്ട് കുറേ സമയം ഞാൻ നടന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ നടത്തിച്ചു. പിന്നെ ആനയൊക്കെ ഉള്ളത് കൊണ്ട് അതവനെ അറിയാവുന്നതുകൊണ്ട് നടക്കാനൊക്കെ ഇത്തിരി ഉഷാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങപ്പോൾ അങ്ങനെ നമ്മൾ നടന്നിട്ട് അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിൽ ഇത്രയും ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉത്സവത്തിൻ്റെ അന്നൊന്നല്ല കേട്ടോ. കാഴ്ചശീവിലേക്ക് നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവം ആവുന്ന ടൈമിൽ നല്ല തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു. പിന്നെ ഞങ്ങൾ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഉത്സവം വരെ ഞങ്ങൾക്ക് അമ്പലത്തിൽ ചായയും ചോറൊക്കെ ഉണ്ടാവും. രാത്രിയും ഉച്ചയ്ക്കും രാവിലെ ഒക്കെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ചായ കിട്ടിയപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പം കൃത്യം കറണ്ട് പോയി ആ ഒരു ടൈമിൽ തന്നെ. അതെപ്പോഴും അങ്ങനെയാണ്, നമുക്ക് എവിടെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാവും. അങ്ങനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്തു. അപ്പോൾ അന്ന് തക്കാളിക്കറിയും പിന്നെ വെള്ളാപ്പില്ലേ, വെള്ളാപ്പും തക്കാളിക്കറിയായിരുന്നു കേട്ടോ അന്ന് ചായക്ക്. അപ്പം ഞാൻ മിലുവിന് വേണ്ടി മാത്രമേ ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ചായ കുടിക്കലില്ല, ഓന് ഞാൻ അങ്ങനെ കൊടുക്കലില്ല. ഓന് രക്തക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ചായ കുടിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും കുടിക്കാറൊന്നുമില്ല. പക്ഷേ അമ്പലത്തിൽ വരുന്ന ടൈമിൽ ഞാനൊന്ന് വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. ഓന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ചായ. പിന്നെ ഞങ്ങളിതാ നേരെ അമ്പലത്തിലേക്ക് ചായക്ക് കുടിച്ചിട്ട് പിന്നെ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ശിവയിൽ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. അത് അവർ ആനേനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ആനയൊക്കെ ഇങ്ങോട്ട് നെറ്റിപ്പട്ടൊക്കെ ഒരുക്കി റെഡിയാക്കിയിട്ട് ആനേനെയും കൊണ്ട് അവർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെണ്ടക്കാരും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു. പിന്നെ കാഴ്ചശിവയിൽ തുടങ്ങുന്നതിന് മുൻപ് ഫസ്റ്റ് തന്നെ അവർ അമ്പലം ചുറ്റും. അങ്ങനെ 3-2 ചെണ്ടവാദ്യത്തോടു കൂടി അമ്പലം ചുറ്റിയിട്ടാണ് ഈ ഒരു കാഴ്ചശിവയിൽ അവസാനിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം ആ ഒരു ചെണ്ടയും ആനേനെയൊക്കെ കാണുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആ ഒരു കാഴ്ച ആസ്വദിക്കുന്നത് തന്നെയാണ്. അതിന് തന്നെയാണ് കേട്ടോ എനിക്ക് അതിലാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അമ്പലത്തിൽ പോകുന്നതും ഇതുപോലെ ആനയും ചെണ്ടേനൊക്കെ കാണുന്നതും അത് ആസ്വദിക്കുന്നതൊക്കെ ഒരു പ്രത്യേക വൈബിനാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പക്ഷേ എങ്കിലും ആനേനെ ഇങ്ങനെ കാണുന്ന ടൈമിൽ അതിലിങ്ങനെ ഒരുപാട് 3-4 ആൾക്കാർ ആനേൻ്റെ പുറത്ത് ഇങ്ങനെ കയറി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരാറുണ്ട്. ഈ ഒരു ആനയും പരിപാടികളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ആ ഒരു ടൈമിൽ ആനേൻ്റെ മേലെ ഇത്രയും ആൾക്കാർ ഇത്രയും വെയിറ്റ് ഉണ്ടല്ലോ. ആനേനെ മുത്തുക്കുട പിടിച്ചിരിക്കുന്നു, നെറ്റിപ്പട്ട, അതിൻ്റെ ആഭരണങ്ങൾ പോരാത്തതിന് 4 പേര് പുറത്തിരിക്കുന്നു. എത്ര തടിയുണ്ട്, എത്ര ബലമുണ്ട് എന്ന് പറഞ്ഞൊരു ജീവിയാണെങ്കിൽ പോലും അത് കാണുന്ന ടൈമിൽ എനിക്ക് ഇടയ്ക്കൊക്കെ സങ്കടമൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കാഴ്ചശീവിയിലൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ മിതു അവിടുന്ന് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് ആന, ചെണ്ട, ഇതൊക്കെ ഏകദേശം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഓനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓന് ചെണ്ടേൻ്റെ നല്ലൊരു ആസ്വാദകനാണ്. അപ്പോൾ കാഴ്ചശീവിയിലൊക്കെ മുഴുവനായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവൻ നേരെ ഭണ്ണാരത്തിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഈ ഒരു കാര്യം ഒരു മസ്റ്റാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് ഭണ്ണാരത്തിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കാഴ്ചശീവിലൊക്കെ ചായയൊക്കെ കഴിഞ്ഞ് കാഴ്ചശീലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ അന്ന് ഫെസ്റ്റൊക്കെ തുടങ്ങുന്ന ടൈമായിരുന്നു. അതായത് ഫെസ്റ്റിൻ്റെ ഇതൊന്നും കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ തുടങ്ങിയിട്ടില്ല. കാരണം ഉത്സവത്തിൻ്റെ അന്നാണ് ഈ ഒരു ഫെസ്റ്റ് കാർണിവലൊക്കെ തുടങ്ങിയ. പക്ഷേ അതിൻ്റെ സംഭവങ്ങളൊക്കെ അവർ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉത്സവം തുടങ്ങിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ചന്ദനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.